ഒരു ചക്കപ്പായസം ഉണ്ടാക്കിയാലോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ആഡ് ചെയ്താണ് ഇന്ന് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പഴുത്ത ചക്കച്ചുളയാണ്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഏലക്കായും കൂടി ഇട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക എടുത്ത് അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുക്കണേ. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലോ കവർ പാലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാതെ ഞാനിതിലേക്ക് ഒരു വലിയ തേങ്ങ പാലെടുത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു ശർക്കരയുടെ പകുതി എടുത്ത് ഞാൻ പാനിയാക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താലേ ഉള്ളൂ ചക്ക പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്തത്. വരട്ടി വന്ന ചക്കയിലേക്ക് നമുക്ക് ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാനിയിൽ കിടന്നാണ് ഈ ചക്ക നന്നായിട്ട് വരട്ടി നമുക്ക് എടുക്കണം. എല്ലാം കട്ട കെട്ടി കിടക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇത് നമുക്ക് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണേ. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഏലക്ക 2 അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ആ സ്പെഷ്യൽ കൂട്ട്, അതാണ് റവ. ഒരു ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഈ കൂട്ടിനകത്തിട്ട് നന്നായിട്ട് വരട്ടി. ഈ റവ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പായസം നല്ല കുറുകി കിട്ടും. പിന്നെ ഒന്ന് ഒരു ടേസ്റ്റിനും കൂടെ വേണ്ടിയാണ് കേട്ടോ. റവ അതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരണേ. നല്ല കുറുകി ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാവുള്ളേ. ആ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് യോജിപ്പിച്ച് അതുമായിട്ട് ഇളക്കി കൊടുക്കണം. യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നന്നായിട്ട് കുറുകി. ഞാൻ ഈ സമയത്താണ് ശകലം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതും നമുക്ക് നല്ലതുപോലെ വരട്ടിയെടുക്കാം. കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കാരണം നമ്മുടെ പായസം കൂട്ടുകളൊന്നും അടിയിൽ പിടിക്കരുത്. നന്നായിട്ട് വരണ്ട് ഈ കുറുകിയ പരുവാകുമ്പോഴത്തേക്കും ബാക്കി തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇനി അധികം നേരം നമുക്കിത് അടുപ്പിൽ വയ്ക്കേണ്ട കേട്ടോ. കുറച്ച് ജസ്റ്റ് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നേരത്തെ ആദ്യം തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യിൽ. അത് നമുക്കിതിലേക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക പായസം റെഡി. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൊന്ന് അറിയിച്ചേക്കണേ. പിന്നെ ആ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൊന്ന് അറിയിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും.